നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആൾ എത്തിയിട്ടുണ്ട്. മഴ പെയ്യുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്തൊക്കെ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. വലിയൊരു ആശ്വാസമാണ്. നമുക്കറിയാം എന്തുമാത്രം ചൂടാണ് നമ്മൾ അലട്ടിക്കൊണ്ടിരുന്നത്. വലിയ ചൂടായിരുന്നു. ഇപ്പൊ ഓഫീസിൽ ഇരിക്കുന്നവർക്കും പുറത്തിരിക്കുന്നവർക്കും വീട്ടിലായിരിക്കുന്നവർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. സംസ്ഥാനത്ത് കനത്ത ചൂടായിരുന്നു. ആ ചൂടിന് ഏകദേശം ഒരു പകുതിയോളം ആശ്വാസം നൽകിയാണ് ഇപ്പോൾ മഴ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മഴ മുന്നറിയിപ്പ് കൂടി കൃത്യമായിട്ടൊന്ന് നോക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആശ്വാസകരമായ മഴ മുന്നറിയിപ്പാണ്. വരുന്ന 5 ദിവസങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് 6-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, അതുപോലെ തന്നെ തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഴ പെയ്യും. 8-ാം തീയതി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഴ പെയ്യും. അതുപോലെ തന്നെ 9-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഴയുണ്ടാകും. 10-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ജില്ലകളിലൊക്കെ ഇത്തരത്തിൽ മഴ കിട്ടും. മഞ്ഞ അലർട്ട്, ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ആശ്വാസമാണ്. അതുപോലെ തന്നെ ഈ ഒരു മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം കൂടി നോക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ വരെയുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്രകാരമാണ്. അപ്പോൾ നിലവിലെ സാഹചര്യമായിരിക്കുന്നത് ഇത്തരത്തിലാണ്. നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു മഴക്കോളൊക്കെ ഈ സംസ്ഥാനത്ത് കാണുന്നുണ്ട്. മാത്രമല്ല ഈ മഴ നമുക്ക് ആശ്വാസമാണ്. മഴ വലിയ ആശ്വാസമാണ്. ഈ ചൂട് കാലത്ത് മഴ വലിയ ആശ്വാസം തന്നെയാണ്. എങ്കിൽ പോലും ഈ മഴക്കാലത്ത് നമ്മൾ പാലിക്കേണ്ട, നമുക്ക് മുന്നിലുള്ള ചില അപകടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ റോഡിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, വാഹനങ്ങളുമായിട്ട് മഴയത്ത് റോഡിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നവരാണ്. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ചില പ്രത്യാഘാതങ്ങളുണ്ട്. അതായത് ഈ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഈ മഴയത്ത് യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ പല രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ വാഹനങ്ങളിൽ കാഴ്ച മങ്ങാനുള്ള സാധ്യതയുണ്ട്. മുന്നിലൂടെ പ്രത്യേകിച്ച് ഗ്ലാസ്സിലൊക്കെ വെള്ളം വന്ന് വീണ് അത്തരത്തിൽ ഒരു കാഴ്ച മങ്ങാനുള്ള സാധ്യതയൊക്കെ മുന്നിലുണ്ട്. അപ്പൊ വാഹനവുമായിട്ട് നിരത്തിലിറങ്ങുന്നവർ ജാഗ്രത പാലിക്കുക. താഴ്ന്ന പ്രദേശങ്ങളും നദീതീര പ്രദേശങ്ങളിലും ഒക്കെ താമസിക്കുന്നവർ വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. വെള്ളക്കെട്ട് ഉയരാനുള്ള സാധ്യതയുണ്ടാകും. എന്നാലും നിലവിലെ മഴയ്ക്ക് അത്തരത്തിലൊരു സാധ്യതയൊന്നും ഇല്ല. എങ്കിൽ പോലും കാലവർഷം ഉടനെ തന്നെ എത്തും. ഇപ്പോൾ മെയ് മാസമായി. നമുക്കറിയാം ഈ മെയ് മാസത്തിന്റെ ഒരു പകുതിയോടെ തന്നെ കാലവർഷം എത്തുമെന്നൊരു മുന്നറിയിപ്പാണ് ഇത്തവണ ഉള്ളത്. അതുകൊണ്ട് തന്നെ കാലവർഷം ഉടൻ എത്തുമെന്ന പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇത്രയും ദിവസം ഭയങ്കര ചൂടായിരുന്നു. കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആശ്വാസം തോന്നുന്നുണ്ടല്ലേ? മഴയുടെ നല്ല സുഖമുണ്ട്, തണുപ്പുണ്ട്. മറ്റേ ഭയങ്കര ചൂടായിരുന്നു, സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. ആശ്വാസമുണ്ട്. ചൂടേ ഉള്ളു മോളെ. ഇപ്പൊ ഇത്തിരി എക്സസൈസ് മഴ പെയ്തപ്പോഴേ ഈ കാലവർഷം വരുന്നു. അതാണ്. ഈ കാലവർഷം വരുമ്പോൾ ഇപ്പോൾ ചൂടിന്റെ ആശ്വാസം മഴ പിന്നെ ഉണ്ട്. ഓ മലമുകള്. ഓ ഇല്ല, എന്തോ ഉണ്ടാകുന്നപ്പോ നമ്മൾ ജോലിക്ക് വന്നല്ലേ. സൂപ്പർ. ഒരു സമാധാനമുണ്ട് ചൂടിൽ നിന്നും. വലിയത് അല്ലെ നല്ല ചൂടായിരുന്നു. ഇപ്പൊ ഇത്തിരി നല്ല ഒരു സന്തോഷം വന്നു മഴ പെയ്തപ്പോ. അപ്പൊ എന്തായാലും വലിയൊരു ആശ്വാസം തന്നെയാണ് മഴ, പ്രത്യേകിച്ച് സംസ്ഥാനത്തുള്ളവർക്കൊക്കെ നൽകുന്നത്. ഈ കൊടും ചൂടെടുത്തിരുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ വരുന്നത് അത് എത്രത്തോളം ആശ്വാസമാണെന്ന് നമ്മുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പൊ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ ഉറപ്പായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഇത്തവണ കാലവർഷം നേരത്തെ എത്തും, കാലവർഷത്തിന്റെ ഒരു തോതൊക്കെ കുറവായിരിക്കും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് ജാഗ്രത നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലവർഷം നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു സ്ഥിതി, ഒരു കാലാവസ്ഥ, ഒരു രീതിയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ ഒരു മാർച്ച് സമയത്ത് ചൂടാണ്, അതിനുശേഷം മഴ വരും, കാലവർഷം വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പാലിച്ച് വളരെ സുരക്ഷിതരായിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാലവർഷത്തിൽ ഇപ്രാവശ്യം തോത് കുറവായിരിക്കും എന്നൊരു മുന്നറിയിപ്പുണ്ട്. അത് വലിയ രീതിയിലുള്ള ആശങ്ക തന്നെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കർഷകർക്കൊക്കെ വലിയൊരു ആശ്വാസമാണ് കാലവർഷം. ആ കാലവർഷത്തിന്റെ തോതിൽ വലിയ കുറവുണ്ടാകുമ്പോൾ അത് കർഷകരെ വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കാലവർഷ മുന്നറിയിപ്പ്. അതുപോലെ തന്നെ പ്രേക്ഷകരോട് പറയാനുള്ള പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഈ മഴ മാത്രമല്ല, മഴയ്ക്കൊപ്പം ചില പ്രതിഭാസങ്ങളും കൂടിയുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ കാറ്റുണ്ട്, അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. അപ്പോൾ ഈ ശക്തമായ കാറ്റും അതുപോലെ തന്നെ ഇടിമിന്നലും ഉണ്ടാകുന്ന സമയത്തൊക്കെ പുലർത്തേണ്ട ജാഗ്രതയെ പറ്റി എപ്പോഴും പറയാറുള്ളത് വീണ്ടും ആവർത്തിക്കണമെന്നില്ല, പക്ഷേ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ, കണ്ടില്ലേ? അപ്പൊ എന്തായാലും എല്ലാ പ്രേക്ഷകരും വളരെ സുരക്ഷിതരായിട്ടിരിക്കുക. എന്തായാലും നമുക്ക് ഇനി ഈ പ്രാവശ്യത്തെ കാലവർഷം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 18-നും 25-നും ഇടയ്ക്ക് കേരള തീരത്ത് എത്തിയേക്കുമെന്നാണ് നിലവിലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ മാസം പകുതിയോടെ വേനൽ മഴ ശക്തമാകും. വേനൽ മഴയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഉടൻ തന്നെ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേനൽ മഴയ്ക്കൊപ്പം ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകും, ജാഗ്രത വേണം. ജൂൺ 1-നോടടുത്താണ് സാധാരണ കേരളത്തിൽ കാലവർഷം ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ റെക്കോർഡ് ചൂടും അന്തരീക്ഷത്തിൽ ഉണ്ടായ പല മാറ്റങ്ങളും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തവണ കാലവർഷം വളരെ നേരത്തെ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ അന്തരീക്ഷ വായു ചൂടായി മുകളിലേക്ക് ഉയർത്തുക വഴി സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പമേറിയ കാറ്റ് പെട്ടെന്ന് കരയിലെത്തും. അതുകൊണ്ടാണ് ഇപ്രാവശ്യം കാലവർഷം വളരെ വേഗത്തിൽ എത്തുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ അന്തരീക്ഷത്തിൽ കൂടുതൽ ഈർപ്പം തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടാകും. മഴയ്ക്കും പിന്നെ ഈ രാജ്യത്താകെ, ഈ കാലവർഷത്തിൽ രാജ്യത്താകെ കിട്ടുന്ന മഴയ്ക്ക് വലിയൊരു കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്തരത്തിലാണ് നിലവിലെ സ്ഥിതിഗതികളായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മഴ മുന്നറിയിപ്പൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ എത്ര ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ള തുടക്കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മഞ്ഞ അലർട്ടിനാണ് സാധ്യത, ജാഗ്രതയോടെ ആയിരിക്കുക. വരുന്ന 5 ദിവസം മഴയുണ്ടാകും സംസ്ഥാനത്ത്. വലിയൊരു ആശ്വാസം ഈ ഒരു മഴയത്ത് നമുക്ക് ചൂടിൽ നിന്നും മഴ കിട്ടുമ്പോൾ അത് വലിയ ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ വളരെ സുരക്ഷിതരായിരിക്കേണ്ട ആവശ്യവും കൂടി ഓർപ്പിക്കുകയാണ്. അപ്പോൾ വളരെ ജാഗ്രതയോടെ വളരെ സുരക്ഷിതരായിട്ടും ഒപ്പം ഈ കൊടും ചൂടിൽ നിന്നുള്ള ആശ്വാസവും കൂടി അനുഭവിക്കുക. അപ്പൊ എന്തായാലും ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും കന്നുകാലിന്റെയും ഒക്കെ ജീവന് ഭീഷണിയാണ്. അത് മാത്രമല്ല, വലിയൊരു ഈ വീട്ടിലൊക്കെ നമ്മുടെ ഗൃഹോപകരണങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കൂടി, പ്രത്യേകിച്ച് വേനൽ മഴയുടെ പ്രത്യേകത മലയാളികൾക്ക് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വേനൽ മഴ വരുന്ന സമയത്ത് ഇടിമിന്നലോട് കൂടിയുള്ള വേനൽ മഴയാണ് മിക്കവാറും ഉണ്ടാകുക. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതയൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതായത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളുടെയൊക്കെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ സുരക്ഷിതമായിട്ട് ഇടത്ത് മാറുക. അതുപോലെ തന്നെ ഈ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ടെലിഫോണും ഒക്കെ ഉപയോഗിക്കാതിരിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിക്കുക. അതുപോലെ തന്നെ ഈ ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചൂട്ടിൽ നിൽക്കരുത്, തുറസായ സ്ഥലത്തൊന്നും നിൽക്കാതിരിക്കണം. അതുപോലെ തന്നെ മഴക്കാറ് കാണുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് മഴക്കാറ് കാണുമ്പോൾ തന്നെ ഈ ഒരു തുറസായ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ടെറസിലൊക്കെ തുണി ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കുക, ജാഗ്രത വേണം. അബദ്ധങ്ങൾ അല്ലെങ്കിൽ അപകടമൊന്നും ക്ഷണിച്ചു വരുത്തരുത്. മാത്രമല്ല, കാറ്റില് വലിയ ശക്തിയായ കാറ്റിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ കാറ്റിൽ മറിഞ്ഞു വീഴാനുള്ള ഇടയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കെട്ടിവെക്കണം. വളരെ സുരക്ഷിതരായിട്ടിരിക്കണം. അതുപോലെ തന്നെ ഈ നമ്മൾ അറിഞ്ഞുകൊണ്ട് അപകടമൊന്നും ക്ഷണിച്ചു വരുത്തരുത്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ജാഗ്രതയോടെ സൂക്ഷിച്ച്, ജാഗ്രത പാലിച്ച് ചെയ്യരുതാത്തൊന്നും ചെയ്യരുത് ഈ മഴക്കാലത്ത്. അങ്ങനെ കൂടുതൽ സേഫ് ആയിട്ടിരിക്കുക. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അശ്വിനോടൊപ്പം ആൻസിയസ് ബെഞ്ചമിൻ.